السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ആ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാത്ത 4 വിഭാഗം ആളുകളെ കുറിച്ചാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അള്ളാഹുവിന്റെ പ്രത്യേകം നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം വാനലോകത്ത് നിന്ന് മലായികത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഭൂമി മുഴുവൻ അവർ നിറയും. അതിൽ മലക്കുകളുടെ നേതാവ് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സലാമും ഉണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് പ്രഭാതം വരെ സമാധാനമാണ്, രക്ഷയാണ്. പ്രഭാതമാകുന്ന സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സലാം മറ്റു മലക്കുകളോട് പറയും, നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ ചോദിക്കും, ഈ രാത്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു തആല എന്താണ് നൽകിയത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് വർഷിച്ചിട്ടുണ്ട്, പക്ഷേ 4 വിഭാഗം ആളുകൾക്കൊഴികെ. ഇത് വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു, ഇത്രയും ശ്രേഷ്ഠതയേറിയ, ഇത്രയും പവിത്രമായ ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാത്ത ഹതഭാഗ്യരായ ആ 4 വിഭാഗം ആളുകൾ ആരൊക്കെയാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ആളുകൾ മദ്യപാനം ശീലിച്ചവരാണ്. മദ്യപാനം ജീവിതത്തിൽ ശീലമാക്കിയ ആൾ, അവൻ ഒരിക്കലും ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ മാതാപിതാക്കളുമായി, തൻ്റെ ഉമ്മയുമായി, തൻ്റെ ഉപ്പയുമായി ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അവരെ നാം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നാം പൊരുത്തം ചോദിക്കണം, പൊരുത്തപ്പെടിക്കണം. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കാൻ കഴിയുക. റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ നമുക്ക് മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അതുകൊണ്ട് ആരെങ്കിലും മാതാപിതാക്കളുമായി വല്ല പ്രയാസത്തിലോ വല്ല പ്രശ്നത്തിലോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പറഞ്ഞു പൊരുത്തപ്പെടിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ അവരെ നിരന്തരം സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ പേരിൽ നന്മകൾ അധികരിപ്പിക്കുക. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊരുത്തം നമുക്ക് തരും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ശത്രുത വെച്ച് ജീവിക്കുന്നവർ, മനസ്സിൽ അഹങ്കാരവും അതുപോലെ അസൂയയും ശത്രുതയും ഒക്കെ വെച്ച് ജീവിക്കുന്നവർ. ഇവർക്കും ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ കഴിയുകയില്ല. നാലാമത്തെ വിഭാഗം ആളുകൾ കുടുംബബന്ധം മുറിച്ചവരാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഈ കുടുംബബന്ധത്തെ മുറിച്ചു കളഞ്ഞവൻ, അവനും ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠത നൽകുന്ന ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.